പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോട് കൂടി നമ്മളിലേക്ക് വരികയാണ്. അൽഹംദുലില്ലാ, പടച്ചവൻ സ്വീകരിക്കട്ടെ. വെള്ളിയാഴ്ച രാവ് അതിന്റെ മഹത്വമൊക്കെ നിരവധി ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടതാണ്. ഇന്ന് പലരും ചൊല്ലാറില്ലാത്ത അല്ലെങ്കിൽ ചൊല്ലാൻ അറിയില്ലാത്ത ഒരു സ്വലാത്ത് പഠിച്ചാലോ? പുണ്യമായ ഒരു സ്വലാത്ത്. സാധാരണ ഈ സ്വലാത്ത് ഒരു ദിവസം ചൊല്ലിയാൽ തന്നെ വലിയ പ്രതിഫലമാണ്. ഇത് റജബ് മാസത്തിൽ ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഒന്നുകൂടി പ്രതിഫലമാണ്. അപ്പൊ ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന 7ഓളം വലിയ പ്രതിഫലങ്ങൾ നമുക്ക് കേൾക്കാം. കൂട്ടത്തിൽ ഈ സ്വലാത്ത്, അതിന്റെ അർത്ഥം, അത് എപ്പോഴാണ് ചൊല്ലേണ്ടത് വിശദമായി നമുക്കൊന്ന് കേൾക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് ഡിസംബർ 25 ക്രിസ്തുമസാണ് അല്ലെ. ഇന്നിപ്പോ പലരും ഒക്കെ ഭയങ്കര ആഹ്ലാദത്തിലും സന്തോഷത്തിലൊക്കെയാണ്. ആഹ്ലാദിക്കുന്നവരോടും സന്തോഷിക്കുന്നവരോടും ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. സാധാരണ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നു, ക്രിസ്മസ് ആകുമ്പോൾ ഉസ്താദെ ക്രിസ്മസ് കേക്ക് കഴിക്കാമോ, അല്ലെങ്കിൽ എന്താണ് ഈ കരോള് പാട്ട് പാടാൻ വേണ്ടി പോകാമോ? അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട്. വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ ആ സംശയങ്ങൾക്കുള്ള മറുപടിയും ഒന്ന് കേട്ടാലോ? ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമായ ഈ റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലുള്ള ഈ ക്ലാസ് നിങ്ങൾ പൂർണ്ണമായും കേൾക്കണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ്സുകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ ഉള്ളവരാണ് നമ്മളിൽ ഓരോരുത്തരും. പടച്ച റബ്ബ് നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും വലിയ പരിഹാരം നൽകുമാറാവട്ടെ. രോഗങ്ങൾക്ക് പടച്ചവൻ ശിഫാ നൽകുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹറുകളെ തൊട്ടുള്ള കാവൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും, നമുക്കും, നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ മക്കൾ, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ എല്ലാത്തിനും റബ്ബ് തആല നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നിപ്പോ വിശുദ്ധമായ റജബ് മാസം, ആ റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്‌രിബോട് കൂടി നമ്മളിലേക്ക് വരികയാണ്. പുണ്യമായ റജബ് മാസം, അതുപോലെ തന്നെ റജബ് മാസത്തിലുള്ള വെള്ളിയാഴ്ച രാവ്, അതും ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യേണ്ട, ദുആ ചെയ്താൽ അല്ലാഹു തആല സ്വീകരിക്കുന്ന സുന്ദരമായ ഒരു സമയങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. നാളെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനമാണ് റജബ് മാസത്തിന്റെ. അൽഹംദുലില്ലാഹ്, പടച്ച റബ്ബ് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ഡിസംബർ 25 ക്രിസ്തുമസാണ്. ഇന്നിപ്പോ നമ്മുടെ മക്കളൊക്കെ ക്രിസ്തുമസിന്റെ ലീവിലാണ്. സ്കൂളുകളിലും കോളേജിലൊക്കെ ഇപ്പോൾ വെക്കേഷൻ ടൈമിലാണ് അവരെല്ലാവരും ഉള്ളത്. അപ്പോൾ പ്രത്യേകമായി ഇന്നിപ്പോൾ നോമ്പെടുക്കുന്ന ഒരുപാട് ഉമ്മമാരും സഹോദരിമാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ നോമ്പുകാരായിട്ടായിരിക്കാം പല സഹോദരിമാരും സഹോദരങ്ങളും അൽഹംദുലില്ലാഹ് ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നത്. അല്ലാഹു തആല റജബ് മാസത്തിൽ ഒരു നോമ്പ് പിടിച്ചാൽ അല്ലാഹു തആല അവനക്ക് 1 മാസത്തെ നോമ്പിന്റെ പ്രതിഫലം, അല്ല 2 മാസത്തെ, അതായത് 60 നോമ്പിന്റെ പ്രതിഫലം കൊടുക്കുമെന്നൊക്കെ ഒരുപാട് മഹാന്മാരുടെ ഉദ്ധരണികളും ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അള്ളാഹ്ക്കാണ് എല്ലാ കാര്യങ്ങളും അറിയുക. ഇപ്പൊ നമ്മളിപ്പോ റജബ് മാസത്തിലെ ഒരു നോമ്പ് പിടിച്ചാൽ 30 നോമ്പിന്റെ പ്രതിഫലം കിട്ടുമെന്നൊക്കെ നമ്മൾ ഇവിടെ വിശ്വസിക്കുന്നു. ആയിക്കോട്ടെ, പക്ഷെ അള്ളാന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അത് 30 അല്ല 300 വർഷത്തെ അല്ലെങ്കിൽ 300 ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലമൊക്കെ തരാൻ അല്ലാഹു തആലാക്ക് ഒരു മടിയുമില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ നീയത്തനുസരിച്ച്, നമ്മുടെ തേട്ടമനുസരിച്ച് പടച്ചവൻ നമുക്ക് ചെയ്യുന്ന അമലുകൾക്ക് നല്ല പ്രതിഫലം തരും ഇൻഷാ അല്ലാഹ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ നോമ്പ് പിടിക്കുന്ന ആളുകൾ, ഇന്നിപ്പോൾ നോമ്പ് പിടിച്ചിട്ടുണ്ട് പക്ഷെ നീയത്ത് വെക്കാൻ എങ്ങനെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നീയത്ത് വെക്കുക. ഒന്ന്, റജബ് മാസത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. രണ്ടാമത്തെ നീയത്ത്, വ്യാഴാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ കൂടെ അനുഷ്ഠിക്കുന്നു എന്ന് 2 നീയത്ത് വെച്ചാൽ ഇൻഷാ അല്ലാഹ് 2 നോമ്പിൻ്റെയും പ്രതിഫലം കിട്ടും. പിന്നെ ഇന്നിപ്പോൾ വ്യാഴാഴ്ച ദിവസം തുടങ്ങിയല്ലോ, അപ്പോൾ ഈ തുടങ്ങിയത് കൊണ്ട് പിന്നെ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഫർദായ നോമ്പിന്റെ നീയത്ത് വെക്കാൻ പറ്റൂല. അത് തലേ രാത്രി തന്നെ വെക്കണം. ഈ ഫർദായ നോമ്പിന്റെ നീയത്ത് തലേ രാത്രി തന്നെയാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പൊ അതൊക്കെ അറിയാമല്ലോ, മസാലകളൊക്കെ അറിയാം. ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇന്നും നോമ്പ് അനുഷ്ഠിക്കുന്ന എല്ലാ സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാത്രമല്ല ഇന്നിപ്പോ ക്രിസ്തുമസ് ആണ്, ഇന്നിപ്പോ ലീവാണ് അല്ലെ, മൊത്തത്തിലെല്ലാം മുടക്കാണ്. അപ്പോൾ ഇന്ന് കല്യാണമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടാകും. ഇന്ന് നിക്കാഹ് വെച്ചിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്ന് കല്യാണം നടക്കുന്നു.
അള്ളാഹു താല വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന നവദമ്പതിമാർക്ക് എല്ലാവിധ സന്തോഷവും സമാധാനവും ഒക്കെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ക്രിസ്തുമസ് ആണ്. പലരൊക്കെ ചോദിക്കുന്നു, ഉസ്താദെ കേക്ക് കഴിക്കാമോ, കേക്ക് വാങ്ങാമോ, അതുപോലെ തന്നെ ഈ പാപ്പാനി എന്നൊക്കെ പറയില്ലേ, കരോളിന് പോകാമോ, കരോള് കേൾക്കാമോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഉത്തരം നമ്മൾ എല്ലാ വർഷവും പറയുന്നതാണ്. ഇപ്പോൾ ഈ പ്ലം കേക്കില്ലേ, അതിൽ ഈ വൈനും അതുപോലെ തന്നെ ബിയറും ഒക്കെ ചേർക്കുന്നുണ്ട് എന്ന് ഒരു ജീവനക്കാരൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഉപേക്ഷിക്കലാണ് നല്ലത്, അത് കഴിക്കാതെ ഉപേക്ഷിക്കലാണ് നല്ലത്. കാരണം എന്താണ്, അതിൽ ഈ വൈനും അതുപോലെ തന്നെ ബിയറും ഒക്കെ ചേർക്കുന്നുണ്ട്, ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളൊക്കെ ചേർക്കുന്നുണ്ട് എന്നിങ്ങനെ അറിയാൻ സാധിച്ചു. അതുകൊണ്ട് അത് ഉപേക്ഷിക്കലാണ് നല്ലത്. പിന്നെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അത് ദൈവപുത്രൻ ജനിച്ച ആ ഒരു സുന്ദരമായ നിമിഷമെന്നാണ് ഈ ക്രൈസ്തവ സഹോദരന്മാർ വിശ്വസിക്കുന്നത്. അത് അവരുടെ വിശ്വാസമാണ്, അത് അവർ വിശ്വസിക്കട്ടെ. മുസ്ലിമീങ്ങളായ നമുക്ക് യേശു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മകനാണെന്നുള്ള ഒരു വിശ്വാസമില്ലല്ലോ, അത് ക്രൈസ്തവർക്കാണുള്ളത്. അത് അവരുടെ ആഘോഷമാണ്, അവരുടെ പള്ളിയിൽ പോട്ടെ. അതും പറഞ്ഞ് നമ്മൾ തുള്ളാനോ ചാടാനോ നിൽക്കണ്ട. ഇത് റജബ് മാസമാണ്. ഓണാഘോഷത്തിൻ്റെയൊക്കെ ഏറ്റവും ഫ്രണ്ടിലുണ്ടായത്, അതിന് മുന്നിൽ നയിച്ചത് ഇവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെയാണ്. തട്ടവും അതുപോലെ തന്നെ സെറ്റ് സാരിയെ കൊടുത്തിട്ട് റാഹത്തായിട്ട് നിങ്ങൾ പലരും ഒക്കെ ആഘോഷിച്ചു, ഓണമൊക്കെ ആഘോഷിച്ചു. ഇനിയിപ്പോൾ അടുത്തത് ഇപ്പോൾ ക്രിസ്മസ് ആണ്. ഇതുമൊക്കെ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഘോഷിക്കാം. പക്ഷെ അള്ളാന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ആഘോഷം ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ പറയുമ്പോൾ ഉസ്താദുമാർ 6-ാം നൂറ്റാണ്ടിൻ്റെ ആൾക്കാർ, അതുപോലെ തന്നെ നേരം വെളുക്കാത്ത ആൾക്കാർ, ബോധമില്ലാത്ത ആൾക്കാർ എന്നൊക്കെ പറയും. അതൊക്കെ ഇന്നും തരം തുടങ്ങിയതല്ല. അവരൊക്കെ പറയുന്നവരൊക്കെ പറയട്ടെ. എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, റജബ് മാസമാണ്, ഷഅബാൻ വരുന്നു, റമദാൻ വരുന്നു. നമ്മളൊക്കെ ദുന്യാവിൻ്റെ ആളുകളല്ല, ആഖിറത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞിട്ട് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട, അതിൽ വിജയിച്ച നമ്മുടെ വാർഡ് മെമ്പർ ആവട്ടെ, അല്ലെങ്കിൽ കൗൺസിലർ ആവട്ടെ, മറ്റ് ആളുകളാവട്ടെ, അവരൊക്കെ അധികാരത്തിലേക്ക് വന്നു. സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് അധികാരത്തിലേക്ക് വന്ന ഒരു സമയം കൂടിയാണ്. അള്ളാഹു താല നമ്മുടെ നാടിനും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ നല്ല ഗുണപ്രദമാകുന്ന നല്ല ഭരണം കാഴ്ചവെക്കാൻ അവർക്കും പടച്ചവൻ തൗഫീക്ക് കൊടുക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദ്വാരക്കും. നമുക്ക് വിഷയത്തിലേക്ക് വരാം. പരിശുദ്ധമായ പരിപാവനമായ റജബ് മാസം, ആ റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് അൽഹംദുലില്ലാ ഇന്നത്തെ മഗ്‌രിബോട് കൂടി കടന്നു വരികയാണ്. അപ്പോൾ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് മഹത്വമുണ്ട് എന്ന് പല വീഡിയോകളിലും നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. സാധാരണ വെള്ളിയാഴ്ച രാവിനും പകലിനൊക്കെ ഒരുപാട് നേട്ടമാണ്. റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവിന് പഞ്ചാരക്കുന്നിന്മേൽ തേൻമഴ ചാറുന്നത് പോലെയാണ്. ഒരുപാട് പ്രതിഫലമാണ്, ഒരുപാട് നേട്ടമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ നമ്മുടെ ദുആ പ്രതീക്ഷിച്ചിരിക്കും. അള്ളാഹ്ക്ക് ഗുണം കിട്ടാൻ വേണ്ടിയല്ല, അള്ളാഹു താല അടിമകളിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും. ആരാണ് എന്നോട് ദ്വാരക്കുന്നത്, ആരാണ് എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത്, അങ്ങനെ സൂക്ഷിച്ച് അള്ളാഹു താല നിരീക്ഷിക്കുന്ന ഒരു രാവാണ് ഈ വെള്ളിയാഴ്ച രാവ്, പ്രത്യേകിച്ച് റജബ് മാസത്തിന്റെ വെള്ളിയാഴ്ച രാവ്. അതുകൊണ്ട് ഇന്നത്തെ പകൽ, നാളത്തെ പകൽ, ഇന്നത്തെ രാത്രി, നാളത്തെ രാത്രിയൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് പലരുമൊക്കെ ആടാനും പാടാനും അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് പോകാനൊക്കെ തയ്യാറെടുപ്പിലായിരിക്കും. എവിടെ പോയാലും അള്ളാനെ മറന്നുള്ള ഒരു കാര്യം ഞാനും ചെയ്യാൻ പാടില്ല, നിങ്ങളും ചെയ്യാൻ പാടില്ല. അള്ളാഹു താല പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇപ്പോൾ വെള്ളിയാഴ്ച രാവായതുകൊണ്ട് വിശുദ്ധമായ സ്വലാത്തുകൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്ന് അസറിന് ശേഷം നഖം വെട്ടാനുള്ളവരൊക്കെ നഖം വെട്ടുക. അത് പ്രത്യേകമായിട്ട് സുന്നത്താണ്. ഈ വ്യാഴാഴ്ച അസറിന് ശേഷമുള്ള സമയത്താണ് ഒരാൾ നഖം വെട്ടുന്നതെങ്കിൽ വെള്ളപ്പാണ്ട് രോഗത്തിൽ നിന്ന് പോലും അല്ലാഹു തആല അവനെ രക്ഷിക്കുമെന്നൊക്കെ നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യാൻ മറന്നു പോവണ്ട. അവർക്ക് വേണ്ടിയൊക്കെ യാസീൻ ഓതാനും അവർക്ക് വേണ്ടിയൊക്കെ ഫാത്തിഹ ഓതാനും നമ്മൾ വിട്ടുപോകണ്ട. അതുപോലെ തന്നെ നമ്മൾ സൂറത്തുൽ കഹഫിന്റെ പാരായണം മറന്നു പോവണ്ട. വ്യാഴാഴ്ചയും നമുക്ക് സൂറത്തുൽ കഹഫ് ഓതാം, വെള്ളിയാഴ്ചയും നമുക്ക് സൂറത്തുൽ കഹഫ് ഓതാം. അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു ദിവസം സൂറത്തുൽ കഹഫ്, അങ്ങനെ 2 ദിവസം ഓതൽ നല്ലതാണ്. ഓതാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഓതാം. ഇന്നിപ്പോ സൂറത്തുൽ കഹഫ് ഓതി എന്ന് വിചാരിച്ച് നാളെ ഓതാതിരിക്കേണ്ട. നാളെ ടൈം കിട്ടിയാൽ നാളെയും ഓതാം. അപ്പൊ അതുകൊണ്ട് 2 ദിവസം ഓതിയാൽ ഒരുപാട് നേട്ടങ്ങളാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് ഓതാൻ പറ്റുന്നവർ സൂറത്തുൽ കഹഫ് ഓതുക, നാളെയും ഓതാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നാളെയും ഓതുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ സൂറത്തുൽ കഹഫിന്റെ പാരായണം, പിന്നെ ദിക്ർ ഔറാദുകൾ അല്ലെ. ദിക്ർ നമ്മൾ പറഞ്ഞല്ലോ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതുപോലെ തന്നെ റജബ് മാസത്തിലെ സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് ദുആകളും ദിക്റുകളും ഒക്കെ നമ്മൾ പല കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്.
റജബ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ പുണ്യമായ ഒരു ദിവസത്തിലൂടെയാണല്ലോ നമ്മൾ പോകുന്നത്. റജബ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസം എല്ലാ ദിവസവും 100 പ്രാവശ്യം വീതം സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്ന് പറയൽ പ്രത്യേകം നല്ലതാണെന്നാണ്. എന്ത് പറയണം? സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്ന് റജബ് മാസത്തിൽ നമ്മൾ 3 ആയിട്ട് തിരിച്ചാൽ ആദ്യത്തെ 10 ദിവസം ഏറ്റവും കൂടുതലായി പറയേണ്ട ഒരു ദിവസം 100 പ്രാവശ്യം വീതം അധികരിപ്പിക്കണമെന്നാണ് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. എന്ത് പറയണം? സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്ന് പറയണമെന്നാണ്. ഇന്നിപ്പോൾ റജബ് മാസത്തിന്റെ 4ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്ന് ഇന്നത്തെ ദിവസം 100 വട്ടം പറയാൻ പറ്റുന്നവർ പറയുക. കൂടാതെ എന്ത് പറയണം? മറ്റൊരു ദുആ കൂടിയുണ്ട്. അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ എന്ന സുന്ദരമായ ആ ഒരു ദുആ റജബ് മാസത്തിന്റെ മുഴുവൻ ദിവസങ്ങളിലും 70 പ്രാവശ്യം വീതം പറയലും നല്ലതാണെന്ന് നിരവധി മഹത്തുക്കൾ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ ഈ പറയപ്പെട്ട ദിക്ർ ഔറാദുകളൊക്കെ ശ്രദ്ധിക്കുക. കൂട്ടത്തിൽ ഇന്നൊരു സ്വലാത്ത് നമുക്ക് പഠിക്കാം അല്ലെ? റജബ് മാസമാണല്ലോ, പുണ്യമായ ഒരു സ്വലാത്ത് നമുക്ക് പഠിക്കാം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. എല്ലാ ഇബാദത്തുകളിലും സ്വലാത്ത് പറയൽ സുന്നത്താണല്ലോ. നിസ്കാരത്തിൽ നമ്മൾ സ്വലാത്ത് പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ ഉദ്ഹിയ്യത്ത് അറുക്കുന്ന സമയത്ത് സ്വലാത്ത് പറയൽ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയൽ നല്ല സുന്നത്താണ്. ബാങ്ക് വിളിക്കുമ്പോൾ, ഇഖാമത്ത് കൊടുക്കുമ്പോൾ, അതുപോലെ തന്നെ യാത്ര പോകുമ്പോൾ, വസ്ത്രം ഇടുമ്പോൾ, അതുപോലെ തന്നെ ഏത് നല്ല കാര്യം ചെയ്താലും സ്വലാത്ത് ഉൾപ്പെടുത്തൽ ആ കാര്യത്തിൽ വലിയ സമാധാനവും വലിയ പൂർണ്ണതയും വലിയ ഐശ്വര്യവും കിട്ടുമെന്നാണ്. അപ്പം അതുകൊണ്ട് സ്വലാത്ത് ഏത് സമയത്ത് നമുക്ക് ചൊല്ലുമ്പോൾ വലിയ നേട്ടമാണ് ഇൻഷാ അല്ലാഹ് നമ്മളെ കാത്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് ചൊല്ലുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ അല്ലാഹുവേ എത്രയാ പറയുന്നത്. നമുക്ക് ഈ പലരൊക്കെ പറയാറുണ്ട്, ഉസ്താദെ തെറ്റ് ചെയ്യാൻ ഇങ്ങനെ തോന്നുകയാണ്. ഇപ്പോൾ ഒരാൾ ഉപദേശിക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ നന്നാവും അല്ലെ, പക്ഷെ ആരും ഉപദേശിക്കാനല്ലാത്ത അവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ സ്വലാത്ത് നമ്മൾ ഉപദേശിക്കുമെന്നാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഒരു ഗുരുനാഥനെ പോലെ നമ്മളെ സംരക്ഷിക്കുമെന്നാണ്. തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും നമുക്ക് മനസ്സിലാക്കി തരും ആര്? സ്വലാത്ത്. അതുകൊണ്ട് സ്വലാത്ത് ധാരാളമായി ചെല്ലുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നന്നാവാനുണ്ട്. എനിക്ക് നന്നാവണം, എനിക്കിനി തൊട്ട് നിസ്കരിക്കണം, എനിക്കിനി ഹറാമൊന്നും കാണണ്ട, ഹറാമൊന്നും കേൾക്കണ്ട, സ്വന്തമായിട്ട് നന്നാവാനുള്ള ഒരു ചാൻസ് സ്വലാത്ത് തന്നെ ഉണ്ടാക്കി തരും. അപ്പൊ അതുകൊണ്ട് സ്വലാത്ത് ഇൻഷാ അല്ലാഹ് പരമാവധി ചൊല്ലിക്കോ. ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന കിതാബുണ്ടല്ലോ അല്ലെ, ദലായിലുൽ ഖൈറാത്ത് പല ഉപ്പമാരൊക്കെ ഓതുന്നുണ്ടാവും. ഒരുപാട് ദിക്ർ ഔറാദുകളുടെ ഒരു സമാഹാരമാണ്. അപ്പോൾ അതിൽ ഒരുപാട് സ്വലാത്തുകളും ദിക്ർ ഔറാദുകളൊക്കെ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു സ്വലാത്താണ്. മാത്രമല്ല ഇത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം മഹത്തുക്കൾ പഠിപ്പിച്ചിരുന്നു. ഒന്ന്, ചൊല്ലുന്നവൻ നന്നാകുമെന്നാണ്. ചൊല്ലുന്നവൻ നന്നാകും. അതായത് അവൻ്റെ ഒരു നന്നാകും എന്ന് പറയുമ്പോൾ അത് പല നന്നാവലുണ്ട്. ചിലപ്പോൾ അവൻ്റെ ശരീരം ശോഷിച്ചു പോയി, ചിലപ്പോൾ ശരീരം നന്നാവലാവാം, ഭയങ്കര വണ്ണമായിരിക്കും, ചിലപ്പോൾ അത് സാധാ വണ്ണത്തിലേക്കാവാം, കൊളസ്ട്രോൾ ഉണ്ട് അത് മാറലാവാം, ഷുഗർ ഉണ്ട് അത് മാറലാം. അപ്പം ചൊല്ലുന്നവൻ നന്നാകും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാരീരികമായ നന്നാവലാവട്ടെ, ആന്തരികമായ നന്നാവലാവട്ടെ, അതായത് മനസ്സിൽ കുശുമ്പ്, അസൂയ അല്ലെങ്കിൽ ഈമാൻ കുറവ് അങ്ങനെയുള്ള ആ ഒരു പ്രയാസങ്ങൾ മാറി ആത്മീയമായും ശാരീരികമായും നന്നാവലാവട്ടെ, അല്ലെങ്കിൽ കച്ചവടം നന്നാവലാവട്ടെ, സ്വഭാവം നന്നാവലാവട്ടെ, പാപങ്ങളിൽ നിന്നുള്ള മാറി നിൽക്കലാവട്ടെ, ഇങ്ങനെ പലതരത്തിലും നന്നാവലുണ്ട്. ആ നന്നാവൽ നമുക്ക് കിട്ടും ഈ സ്വലാത്ത് ചൊല്ലിയാൽ. 2, ഇത് ചൊല്ലുന്നവനും ഇവന്റെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ, ഗുഫിറ ലഹു വലിവാലിദിഹി, അവനിക്കും അവന്റെ ഉമ്മാക്കും വാപ്പാക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. ഒരു തവണ ചൊല്ലിയാൽ 1000 പ്രഭാതങ്ങളിൽ 70 മലക്കുകൾ വീതം അവനിക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നും നമുക്ക് കിതാബുകളിൽ കാണാം. പിന്നെയോ ഒരുവന് സ്വലാത്ത് പറഞ്ഞാൽ ഫഖദ് ഫതഹ അലാ 70 ബാബൻ മിനർ റഹ്മ, അല്ലാഹുവിന്റെ 70 കാരുണ്യത്തിന്റെ കവാടങ്ങൾ ഇവനിക്ക് വേണ്ടി തുറക്കപ്പെടുമെന്നും നമുക്ക് കിതാബുകളിൽ കാണാം. മാത്രമല്ല ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇവനിക്ക് വലിയ സ്വാധീനമുണ്ടാകും, ശത്രുക്കളെ പരാജയപ്പെടുത്താനുള്ള കഴിവുണ്ട്. എന്ന് പറഞ്ഞാൽ അവരെ കൊല്ലാൻ പറ്റുമെന്നല്ല, ശത്രുക്കളുടെ മനസ്സിൽ പോലും നമ്മളോട് ഒരു ഇഷ്ടം അല്ലാഹു തആല തോന്നിക്കുമെന്നാണ്. മാത്രമല്ല മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാനുള്ള സുന്ദരമായ ഒരു അവസരം കൂടി നമുക്കുണ്ടാകുമെന്ന് നമുക്ക് കിതാബുകളിലൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഇപ്പം ഞാനിവിടെ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് നേട്ടങ്ങളാണ്. ഓരോ സ്വലാത്തുകൾക്കും വ്യത്യസ്തമായ ഗുണങ്ങളാണ്. ഈ ഒരു സ്വലാത്തിനും അൽഹംദുലില്ലാഹ് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇനി ഏതാണ് ആ സ്വലാത്ത് എന്ന് നമുക്കൊന്ന് പഠിച്ചാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മാത്രമല്ല, നബിതങ്ങളും അവിടുത്തെ കുടുംബം, അവിടുത്തെ സ്വഹാബിമാർ എല്ലാവരെയും ചേർത്ത് ഒരു സ്വലാത്ത് പറയുമ്പോഴാണ് ആ സ്വലാത്ത് പൂർണ്ണമാവുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബിമാർക്കും എല്ലാവർക്കും ചേർത്ത് സ്വലാത്ത് മാത്രമല്ല സലാമും കൂടി പറയണം. അപ്പോൾ വലിയ പ്രതിഫലമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ആ സ്വലാത്തൊന്ന് പറയാം. ഏതാണത്? സ്ക്രീനിൽ കാണാൻ പറ്റും. ഇത് പലപ്പോഴും നിങ്ങൾ ചൊല്ലിയിട്ടുള്ളതാവാം, ഇപ്പോഴും ഉമ്മമാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്താവാം. എന്നാലും പറയട്ടെ, ഒരുപാട് നേട്ടങ്ങളുള്ളതാണ്. ചൊല്ലുന്നവർ മുടക്കണ്ട, ചൊല്ലാത്തവരുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ഈ സ്വലാത്ത് ചൊല്ലണേ. നിരവധി പ്രതിഫലങ്ങളാണ് കേട്ടോ. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വ അഅതി മുഹമ്മദൻ അദ്ദറജത വൽ വസീലത ഫിൽ ജന്ന. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ അജ്സി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹുവ അഹ്ലുഹു. അയ്യേ, ഈ സ്വലാത്താണോ ഉസ്താദ്? ഞങ്ങൾക്കറിയാം. ആയിക്കോട്ടെ, എത്ര പേര് ചൊല്ലുന്നുണ്ട്? അറിയാമെന്ന് പറയും, പക്ഷെ ചൊല്ലുന്നത് വളരെ കുറവാണ് കേട്ടോ. ഒന്നുകൂടി സ്വലാത്ത് പറയാം. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വ അഅതി മുഹമ്മദൻ അദ്ദറജത വൽ വസീലത ഫിൽ ജന്ന. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വ അജ്സി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹുവ അഹ്ലുഹു. അല്ലാഹുവേ പടച്ച റബ്ബേ, ലോകരക്ഷിതാവായ അല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവേ അവിടുത്തെ കുടുംബം മുഴുവൻ ആളുകൾക്കും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വസീല എന്ന് പറയുന്ന പദവിയുണ്ട്. ആർക്കും അല്ലാഹു തആല കൊടുക്കാത്തൊരു പദവിയാണ്. അത് മുത്തായ റസൂലിന് നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അർഹതപ്പെട്ട എന്തെല്ലാം നന്മകളുണ്ടോ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനൊക്കെ നീ കൊടുക്കണേ അല്ലാഹ്. അപ്പം എല്ലാം ചേർത്ത് പറയുന്ന ഒരു സ്വലാത്ത് ഒന്നുകൂടി നമുക്ക് പറയാം. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് വ അഅതി മുഹമ്മദൻ അദ്ദറജത വൽ വസീലത ഫിൽ ജന്ന. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ അജ്സി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹുവ അഹ്ലുഹു. ഈ സ്വലാത്ത് എൻ്റെ ഉമ്മച്ചിമാരെ കാണാതെ പറയാൻ പറ്റുമെങ്കിൽ കാണാതെ പറഞ്ഞോ, അല്ലെങ്കിൽ കണ്ടാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഒരുപാട് നേട്ടങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. അല്ലാഹുവേ ഈ സ്വലാത്ത് പറയാനും ആ സ്വലാത്ത് പറയുമ്പോൾ എന്തൊക്കെ നേട്ടമുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് തരണേ അല്ലാഹ്. പരിശുദ്ധമായ റജബ് മാസമാണ്. റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഈ റജബ് മാസത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ മുഴുവനും നീ കബൂലാക്കണേ അല്ലാഹ്. ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് ഉമ്മമാരും വാപ്പമാരും പ്രത്യേകമായി ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. ഒരുപാട് വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രതിസന്ധികൾ, റഹ്മാനെ എല്ലാവരുടെയും പ്രയാസങ്ങൾ ഈ വെള്ളിയാഴ്ച രാവിന്റെ, നാളെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ റജബ് മാസം ഞങ്ങൾക്ക് ബർക്കത്ത് തരണേ അല്ലാഹ്. ഷഅബാനിലേക്കും റമളാനിലേക്കും ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും പരസ്പരം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വാരക്ക. എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എനിക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്ക. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞാനും ഒക്കെ ദ്വാ ചെയ്യാം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖൈറിന്റെ സലാമത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.